കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം, ശാസ്ത്രം, അതുപോലെ തന്നെ നിരീശ്വരവാദം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരം ചർച്ചകൾ. ദൈവവിശ്വാസമുള്ള ഒരാൾക്ക് ശാസ്ത്രീയമായ ചിന്താഗതി സാധ്യമാണോ? അതുപോലെ തന്നെ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാം എന്നാരെങ്കിലും പറഞ്ഞോ ഇല്ലേ? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രമാണോ, ശാസ്ത്രീയമാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചർച്ചകളുടെ തുടർച്ചയായി ബഹുമാന്യനായ വൈശാഖൻ തമ്പി ചിലതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി പറയട്ടെ, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോട് നമുക്ക് യോജിപ്പാണ്. കപടശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ വർക്കിംഗ്, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത് അത് തിരുത്തി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പാണ്. യോജിപ്പുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ച രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമന്റ് പറഞ്ഞുകൊണ്ട് നേരെ അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് കടക്കാം. അദ്ദേഹം ബോധപൂർവമാണോ അല്ലേ എന്നറിയില്ല, പലപ്പോഴായി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ കപടശാസ്ത്രത്തെയും ദൈവവിശ്വാസത്തെയും ഒരുപോലെ എടുത്ത് ഒരുമിച്ച് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കപടശാസ്ത്രം. കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പേരിൽ ശാസ്ത്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രമല്ലാത്തത് പറയുക എന്നുള്ളതാണ് കപടശാസ്ത്രം എന്നുള്ളത്. ഉദാഹരണത്തിന് രവിചന്ദ്രൻ, അദ്ദേഹം ശാസ്ത്ര പ്രചാരകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാസ്ത്രം വിശദീകരിക്കുകയാണെന്ന നിലക്ക് സ്പേസിലേക്ക് ഹൈഡ്രജൻ ബലൂണിൽ പോകാൻ പറ്റും എന്ന് പറയുന്നു. ഇതൊരു ശാസ്ത്രമാണെന്ന പേരിൽ ശാസ്ത്രമല്ലാത്തത് പറയലാണ്. അതൊരു കപടശാസ്ത്രമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ശാസ്ത്രീയമല്ലാത്ത ചികിത്സകൾ കൊണ്ടുവരികയാണെങ്കിൽ, അതിനുവേണ്ടി ബാധിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കപടശാസ്ത്രം എന്ന് വിളിക്കാം. പക്ഷേ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി, അല്ലെങ്കിൽ ഇന്ന ഒരു എക്സ്പെരിമെന്റിലൂടെ ഇന്ന ഒരു ലാബിൽ ദൈവത്തെ തെളിയിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വല്ല പേപ്പറിലും, സയന്റിഫിക് പേപ്പറിൽ ദൈവമുണ്ട്, ഹെൻസ് പ്രൂവ്ഡ് എന്ന് കണ്ടു എന്ന ഒരു വാദമാണെങ്കിൽ അതിനെ കപടശാസ്ത്രവുമായി ഒരുമിച്ച് നമുക്ക് അഡ്രസ് ചെയ്യാം. പക്ഷെ ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും ഒരുമിച്ചെടുത്ത് അതിനെ ഒരുമിച്ച് മറുപടി പറഞ്ഞു പോവുക അദ്ദേഹത്തിന് ഒരു സൗകര്യമായിരിക്കാം അത്. പക്ഷെ അത് ഒരു ശരിയല്ല എന്നുള്ള ഒരു കമന്റോട് കൂടി അദ്ദേഹം അത്തരം വിഷയങ്ങളെ മൊത്തത്തിൽ ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നവരൊക്കെ സയൻസിനെ എതിർക്കുന്നവരാണ് എന്നുകൂടി പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ധ്വനി ഉണ്ടാക്കിയിട്ടാണ് മറുപടി പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഏതായാലും ആ ഒരു വിഷയം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ഇപ്പോൾ സയൻസിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, സയൻസിന് വിരുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് സയന്റിഫിക്കായി ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന അറിവുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ സയൻസിലൂടെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില ആളുകൾ ഉന്നയിക്കാറുള്ള രണ്ട് സ്റ്റാൻഡുണ്ട്. ഒന്ന്, ഇത് സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ പരിധികളുണ്ട്, അതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് വാദങ്ങളും പൊള്ളയായ വാദങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യം അദ്ദേഹം പറയുന്നത് സയൻസിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ആളുകൾ പറയുന്ന ന്യായങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ അദ്ദേഹം പിന്നീട് അഡ്രസ് ചെയ്യുന്നത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള പല ന്യായങ്ങളെയാണ്. അപ്പം അദ്ദേഹം ആദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടത് ദൈവവിശ്വാസം എന്നത് സയൻസിന് വിരുദ്ധമാണ്, ആന്റി സയൻസ് ആണ്, അല്ലെങ്കിൽ സയൻസിനെതിരായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൃത്യമായി പറയേണ്ടതുണ്ട്. ദൈവമുണ്ട് എന്നൊരു വിശ്വാസം, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം സയൻസിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹത്തിന് വാദമുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയേണ്ടത്. അതെങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇനി ഈ ദൈവവിശ്വാസത്തെ ഇങ്ങനെ ഒരു സ്ട്രോമാൻ ഇറക്കിക്കൊണ്ട് അങ്ങനെ അഡ്രസ് ചെയ്തതിനു ശേഷം അദ്ദേഹം പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതിനുള്ള രണ്ട് ന്യായങ്ങൾ. ഒന്നെന്താണ്, ഇത് ശാസ്ത്രത്തിന്റെ പരിധിക്കപ്പുറത്താണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യയുക്തിയുടെ പരിധിക്കപ്പുറത്താണ്, മനുഷ്യനെ ഒരിക്കലും യുക്തിപരമായി ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന രണ്ട് ന്യായങ്ങൾ പറയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശാസ്ത്രത്തെ ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ നിരന്തരം എന്ന് പറഞ്ഞാൽ ദിവസവും എന്നതുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് ശാസ്ത്രത്തിന്റെ മേഖലക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ള ഒരു അസ്തിത്വത്തെ കുറിച്ചാണ് വിശ്വാസികൾ ദൈവമായി മനസ്സിലാക്കുന്നത്. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, സയൻസ് എന്നും ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ഒരു കാര്യമാണ്. ഭൗതിക പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ സയൻസ് കൊണ്ട് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം കൊണ്ട് ഒരിക്കലും ഭൗതികേതരമായ ഒരു അസ്തിത്വം, മെറ്റാഫിസിക്കലായ ഒരു അസ്തിത്വത്തെ കുറിച്ച് അത് ഉണ്ടെന്നോ ഇല്ലാന്നോ പറയാൻ പറ്റില്ല. ദൈവം ഉണ്ട് എന്നും ശാസ്ത്രീയമായിട്ട് നമുക്ക് ഭൗതിക ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ദൈവം ഇല്ല എന്നും ഭൗതിക ശാസ്ത്രം വെച്ച് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവമുണ്ട് എന്ന വാദം ശാസ്ത്രത്തിനെതിരാണെങ്കിൽ നിരീശ്വരവാദവും ശാസ്ത്രത്തിനെതിരാണ്. ഒരിക്കലും ആരും ബുദ്ധിയുള്ള ആരും അങ്ങനെ പറയില്ലല്ലോ. അത്
ആ ശാസ്ത്രത്തിന്റെ സ്കോപ്പിനപ്പുറത്തുള്ള കാര്യമാണ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ പല ആളുകളും വിചാരിക്കും അത് നമ്മളുടെ വാദത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് ഒരു സൗകര്യത്തിന് വേണ്ടി പറയാണ്. അല്ല, ശാസ്ത്രം കൊണ്ടെല്ലാം വിശദീകരിക്കാൻ സാധിക്കും. ജ്ഞാനമാർഗം ശാസ്ത്രം മാത്രമാണ് എന്ന് വൈശാഖൻ തമ്പിക്ക് പോലും വാദമില്ല. അദ്ദേഹം തന്നെ മുൻപ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ജ്ഞാനമാർഗം ശാസ്ത്രം മാത്രമാണോ? അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കേട്ടോളൂ. ഒരു 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 പരിധിവരെ ഒരു പ്രഭാഷകൻ അവകാശപ്പെട്ടത് ജ്ഞാനസമ്പാദനത്തിനുള്ള ഏക മാർഗം ശാസ്ത്രമാണെന്നാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ജ്ഞാനസമ്പാദനത്തിനുള്ള ഏക മാർഗം ശാസ്ത്രമാണോ? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നൊരു മേഖലയുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഇന്നത്തെ രീതിയിലുള്ള ഈ മെറ്റീരിയലായിട്ടുള്ള പുരോഗതി നമ്മൾ ഈ ഒരുപക്ഷെ ഒരു സഹസ്രാബ്ദം അല്ലെങ്കിൽ ഒരു അരസഹസ്രാബ്ദത്തിനിടയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള മനുഷ്യരാശി എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുവിന് വന്നിട്ടുള്ള കാതലായ ഒരു രൂപം മാറ്റം, അതിൽ ഈ പറയുന്ന ശാസ്ത്രത്തിന് വളരെ ഒരിക്കലും അവഗണിക്കാനാവാത്ത വിധം പ്രാധാന്യം ഉണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ ശാസ്ത്രം മാത്രം കൊടുത്ത കോൺട്രിബ്യൂഷൻ അല്ല. അപ്പോൾ വളരെ കൃത്യമായി ചോദ്യം വളരെ കൃത്യമാണ്. ജ്ഞാനസമ്പാദനത്തിനുള്ള ഏക മാർഗം ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ജ്ഞാനസമ്പാദനത്തിന് ഒരു കാര്യം ശരിയോ തെറ്റോ, ഒരു കാര്യത്തിന് തെളിവുണ്ടോ ഇല്ലേ എന്നുള്ളതിന് ശാസ്ത്രമല്ലാത്ത മറ്റു മാർഗങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതായത് ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ നേരിട്ട് തെളിയിക്കുക, ദൈവം ഇല്ല എന്ന് തെളിയിക്കുക, അത് പോസിബിൾ അല്ല. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം മനസ്സിലാകുന്ന രൂപത്തിലേക്ക് പ്രപഞ്ച പഠനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകും. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതിനെ രണ്ട് രൂപത്തിൽ വേണമെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം. ഒന്ന്, ദൈവം ഇത്രമേൽ വ്യവസ്ഥയുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു വ്യവസ്ഥയുണ്ടാക്കിയ ഒരാളുണ്ടാകും എന്നുള്ളതും, അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ അങ്ങനെയൊക്കെ പോകാം. പക്ഷേ അതൊരിക്കലും ഒരു കൃത്യമായി ഇന്നതുകൊണ്ട് ദൈവമുണ്ട് എന്ന ഒരു ഭൗതിക ശാസ്ത്രം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിലൂടെ തെളിയിക്കുക അല്ലെങ്കിൽ എംപിരിക്കലായി തെളിയിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൂടാതെ എംപിരിക്കലായ തെളിവിനപ്പുറത്ത് മറ്റു പല തെളിവുകളുമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനസമ്പാദനത്തിന് ശാസ്ത്രമല്ലാത്ത, അതായത് സയൻസ് അല്ലാത്ത മറ്റു മാർഗങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? ലോജിക് എന്ന് പറയുന്നത്. ലോജിക്കലായി കൃത്യമായി കൊണ്ട് തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടോ ഇല്ലേ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസികളുടെ വാദം. അപ്പോൾ സയൻസ് കൊണ്ട് ഭൗതിക ശാസ്ത്രത്തിലൂടെ ദൈവത്തെ തെളിയിക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രത്തിലൂടെ നിരീശ്വരവാദത്തെ തെളിയിക്കാം എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ഭൗതിക ശാസ്ത്രത്തിലൂടെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും എന്നുള്ളത് ശരിയാണെങ്കിലും ഭൗതിക ശാസ്ത്രത്തിലൂടെ ഉണ്ട് എന്നോ ഇല്ല എന്നോ, ദൈവം ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അതേ സമയത്ത് അത് കൂടാതെയുള്ള ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ജ്ഞാനസമ്പാദനത്തിന് മറ്റു മാർഗങ്ങളുമുണ്ട്. ആ മറ്റു മാർഗങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. ആ പരിശോധന നടത്തുന്നതിന് പകരം ഇത് ഒരു ഇല്ലാത്തൊരു വാദം, അതായത് ശാസ്ത്രത്തിലൂടെ തന്നെ തെളിയിക്കാൻ പറ്റും എന്ന് ഇവർക്ക് വാദമുണ്ട് എന്ന നിലക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ന്യായം മനുഷ്യയുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, അങ്ങനെയല്ല. മനുഷ്യയുക്തിയിലൂടെ, ലോജിക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിന്റെ അസ്തിത്വം എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. നമ്മുടെ പ്രധാന വാദം തന്നെ അതാണ്. പക്ഷേ അത് അദ്ദേഹം അഡ്രസ് ചെയ്യാതെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോവാണ്. ഇനി അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് നമ്മൾക്കില്ലാത്ത ഒരു വാദം പറഞ്ഞുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റസൽസ് ടീപോട്ട് എന്ന് പറയുന്ന വളരെ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. സൂര്യന് ചുറ്റും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി ഒരു ചൈന ടീപോട്ട്, നമ്മൾ സാധാരണ ചൈന വേറോൺ ഉണ്ടാക്കിയ ഒരു ചായക്കോപ്പ ഓർബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നു എന്നിരിക്കട്ടെ. അത് വളരെ ചെറിയൊരു ചായക്കോപ്പയാണ്. അതിനെ ടെലിസ്കോപ്പിൽ കൂടിയൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറയുന്നത് കള്ളമാണെന്നോ തെറ്റാണെന്നോ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് ചായക്കോപ്പ കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം ചായക്കോപ്പ ഇല്ല എന്നുള്ളതല്ലോ. നിങ്ങൾ എന്തൊക്കെ ടെക്നിക്ക് പ്രയോഗിച്ചാലും ഞാൻ പറയുന്നത് പോലൊരു ചൈന വെയർ ടീപോട്ട് സൂര്യന് ചുറ്റും കറങ്ങുന്നില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ടീപോട്ട് സൂര്യന് ചുറ്റും പോകുന്നുണ്ട് എന്നാണോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് സയൻസ് പറയുകയും സ്യൂഡോ സയൻസ്, കപടശാസ്ത്രമെന്നോ അന്ധവിശ്വാസമെന്നോ ഒക്കെ വിളിക്കാവുന്ന പല ആശയങ്ങളെയും സയൻസ് കൊണ്ട് ഡീബങ്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ്, സയൻസിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, സയൻസിന് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ആ കൂട്ടത്തിൽ പെടുന്നതാണ്. ഈ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റായിട്ടാണ് നമ്മൾ ഈ ചായക്കോപ്പയുടെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം കഥയല്ല. ബെർട്രാൻഡ് റസൽ എന്ന് പറയുന്ന ചിന്തകൻ
മുമ്പോട്ട് വെച്ച ഒരു ഐഡിയ ആണിത്. അതിനെ ഇന്ന് വിളിക്കുന്നത് റസൽസ് ടീപോട്ട് എന്നാണ്. എന്താണത് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതി ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ അർത്ഥം അത് പ്രൂവ്ഡ് ആണ് എന്നല്ല. ഞാൻ സൂര്യന് ചുറ്റും ചായക്കോപ്പ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ചായക്കോപ്പ അവിടെ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എൻ്റേതാണ്. മറിച്ച് അത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് വെച്ച് തന്നിട്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് സ്വയം ഞെളിയുന്നതല്ല അതിൻ്റെ രീതി. ഇതിനെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അത് ശരിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ അവകാശവാദം ഉന്നയിക്കുന്ന ആളിൻ്റെയാണ്. അദ്ദേഹം ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ദൈവമുണ്ട് എന്നുള്ളതിന് ആ ദൈവമുണ്ട് എന്ന് വാദിക്കുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കുക എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇതും വീണ്ടും ഒരു സ്ട്രോമാനാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ദൈവമില്ല എന്നുള്ളതിന് തെളിവില്ല, അതുകൊണ്ട് ദൈവമുണ്ട് എന്ന വാദം ആരും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇവിടെ രണ്ട് പൊസിഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും അവസാനം ബേർഡൻ ഓഫ് പ്രൂഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാചകങ്ങൾ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ്? ഒരു ക്ലെയിം നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിന് പ്രൂഫ് വേണം. ഇതാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഒരാൾ ഒരു ക്ലെയിം വെക്കുകയാണ്, ദൈവമുണ്ട് എന്നൊരു ക്ലെയിം വെക്കുകയാണെങ്കിൽ അതിന് പ്രൂഫ് വേണം. ഇനി അതേപോലെ തന്നെ മറ്റൊരു ക്ലെയിമാണ് ദൈവമില്ല എന്ന ക്ലെയിം. ദൈവമില്ല എന്ന ക്ലെയിമിനും എന്ത് വേണം? പ്രൂഫ് വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ അത് മാത്രമാണ് പറയുന്നത്. അതിനെയാണ് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ സ്ട്രോമാൻ അടിച്ചുകൊണ്ടോ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അത് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? എങ്കിൽ ദൈവമുണ്ട് എന്നുള്ളതിനെ തെളിവ് നിങ്ങൾ ഹാജരാക്കണം. ദൈവമില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? എങ്കിൽ ആ ദൈവമില്ല എന്നുള്ളതിനെ തെളിവ് നിങ്ങൾ ഹാജരാക്കണം. ഇത് വളരെ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതിനർത്ഥം എന്താ? ദൈവമില്ല എന്നുള്ളതിന് തെളിവില്ല എന്നതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് വരുമോ? ഇല്ല. കൃത്യമായി മനസ്സിലാക്കാം. ദൈവമില്ല എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളത് കൊണ്ട് ദൈവം ഉണ്ടെന്ന് വരുമോ? ഇല്ല. ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്ന് വിചാരിക്കുക എങ്കിൽ, അതായത് നമുക്ക് തെളിവ് കിട്ടിയില്ല എങ്കിൽ ദൈവം ഇല്ലാന്ന് വരുമോ? ഇല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത്, ചില ആളുകൾ എത്തീസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട്, നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ശാസ്ത്ര പ്രചാരകരാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് അവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവ് കിട്ടിയില്ല, ആ തെളിവ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് നിരീശ്വരവാദികളാണ്, ദൈവമില്ല എന്ന ക്ലെയിമിന്റെ ആളുകളാണ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ പറയുന്നത്, ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവ് കിട്ടിയില്ലെങ്കിൽ ആ ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവ് കിട്ടിയില്ലാന്നേ വരുള്ളൂ. ഒരിക്കലും ദൈവമില്ല എന്നുള്ളതിന് അത് തെളിവല്ല. ഏതുപോലെ ദൈവമില്ല എന്നുള്ളതിന് തെളിവ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ദൈവമുണ്ട് എന്ന് വരില്ല എന്നതുപോലെ. വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബേർഡൻ ഓഫ് പ്രൂഫ് അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയർ ആയ ഒരു കാര്യമാണ്. അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊരു ക്ലെയിമിനും അതിന് പോസിറ്റീവായ എവിഡൻസുകൾ വേണം. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കണം. മെറ്റാഫിസിക്കലായി അല്ലെങ്കിൽ ഈ നാച്ചുറൽ ആയ കാര്യങ്ങൾക്ക് അപ്പുറത്തായി മറ്റൊരു അസ്തിത്വവും ഇല്ല എന്ന് നിരീശ്വരവാദിക്ക് തെളിയിക്കണം. അത് തെളിയിക്കാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു ക്ലെയിം അൺപ്രൂവൺ ആണ്, അല്ലെങ്കിൽ അത് കൃത്യമായി തെളിയിക്കാൻ അവന് സാധിക്കാത്തൊരു കാര്യമാണ്. ഇനി ഇവിടെ നമ്മൾ ഇദ്ദേഹം പറയുന്നത് പോലെ ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവില്ല, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവമുണ്ട് എന്ന ഒരു വാദം ഇവിടെ ആരെങ്കിലും ഉന്നയിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് തെളിവ് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് നമ്മൾ ആരും പറയാറില്ല, അങ്ങനെ ഒരു വാദമേ ഉന്നയിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് നമ്മൾ ഈ ചർച്ച മൊത്തം ഉണ്ടായത് എന്തിനാ? ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചർച്ചയും വിവാദങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ലോജിക്കലായ ചില തെളിവുകൾ ദൈവമുണ്ട് എന്നുള്ളതിന് അനുകൂലമായി കൊണ്ട് നമ്മൾ പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലെ, ഒരു കുട്ടി അത് പറഞ്ഞു, അപ്പത്തേക്ക് ചില ആളുകൾക്ക് അത് പ്രയാസമായി എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിക്കൊണ്ട് കൊസാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കണ്ടിൻജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിസിക്കൽ ഹാർമണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പല വിഷയങ്ങളിൽ ലോജിക്കലായ തെളിവ് ദൈവമുണ്ട് എന്നതിന് പോസിറ്റീവായ എവിഡൻസ് വിശ്വാസികൾ പറയാറുണ്ട്. ആ എവിഡൻസുകൾ നമ്മൾ പറയുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ തന്നെ ഉണ്ടായത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇദ്ദേഹം വീഡിയോ പോലും ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിൽ അദ്ദേഹം പറയാണ്, ദൈവം ഇല്ല എന്നുള്ളതിനല്ല തെളിവ് വേണ്ടത്, ദൈവം ഉണ്ട് എന്നുള്ളതിനാണ്. ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അത് കൃത്യമായി ലോജിക്കലായ എവിഡൻസുകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാനാണ് വേണ്ടത്. കൊസാലിറ്റി, അല്ലെ, കണ്ടിജൻസി, ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ പോസിബിൾ ആണ്. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പോസിറ്റീവായ എവിഡൻസുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആ എവിഡൻസുകൾ അല്ലെങ്കിൽ ആ ലോജിക്കലായ തെളിവുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ദൈവം ഇല്ലാന്ന് വരൂല. അതാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞ ബേർഡൻ ഓഫ് പ്രൂഫ്, ദൈവം ഇല്ല എന്നുള്ളതിന് അതൊരു ക്ലെയിമാണ്, അതിന് അതിൻ്റെതായ തെളിവും വേണം. ഇല്ലെങ്കിൽ അത് അറിയില്ല എന്നുള്ളതോ അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ളതിനോ മാത്രമേ തെളിവാവുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ,
പിന്നെ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രോഗ്രസ്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ പുരോഗതി, മനുഷ്യന്റെ ഭൗതികമായ അറിവുകളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രസ് പറഞ്ഞിട്ട് അവിടേക്ക് പലപ്പോഴും ദൈവത്തെ തിരികെ കയറ്റുകയാണെന്ന സ്ഥിരം ആർഗ്യുമെന്റ് വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഇനി എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്? അത് ദൈവകോപമാണെന്നോ അല്ലെങ്കിൽ ചെകുത്താൻ്റെ ആക്രമണമാണോ എന്നൊക്കെ കരുതിയിരുന്നൊരു കാലഘട്ടം മനുഷ്യർക്കുണ്ട്. എന്നാൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള ഇലക്ട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രതിഭാസം മാത്രമാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നതും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ദൈവേച്ഛയാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. 1950-കൾക്ക് ശേഷം മാത്രമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഭൂമിയിലെ ഫലക ചലനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനിയും നമ്മളങ്ങനെ കരുതിയിരിക്കുന്ന, അല്ലെങ്കിൽ സയൻസിന് മനസ്സിലാകാത്തത് എന്ന് വിചാരിക്കുന്ന, സയൻസിന് എത്തിപ്പെടാൻ കഴിയാത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സയൻസിലൂടെ തന്നെ ഉത്തരങ്ങൾ ഉണ്ടായേക്കാം. അത് ഇപ്പോൾ അറിയില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ അത് പക്ഷേ സയൻസിൻ്റെ മെത്തഡോളജി വെച്ച് അന്വേഷിക്കുമ്പോൾ കൂടുതൽ കോംപ്ലക്സ് ആയിരിക്കാം എന്നേ ഉള്ളൂ. അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കും എന്നൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ പല പിന്നെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ആദ്യം അത് വെച്ചിട്ടായിരുന്നു ദൈവത്തെ പറഞ്ഞിരുന്നത്, പിന്നീട് അത് മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ദൈവമുണ്ട് എന്നതാണോ യഥാർത്ഥത്തിൽ ഇവിടെ വാദം? അങ്ങനെയാണോ വിശ്വാസികൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? ഈ പിന്നെ പ്രപഞ്ചത്തിനുള്ള കാരണങ്ങൾ, എല്ലാത്തിനും പിന്നിൽ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഇൻഫിനിറ്റ് ആയിട്ട് റിഗ്രസ് ആവാൻ പറ്റില്ല, അതിന് ഏറ്റവും അവസാനം ഒരു അൺകോസ്ഡ് ആയിട്ടുള്ള ഒരു അസ്തിത്വം വേണം എന്ന ഒരു ആർഗ്യുമെന്റിൽ, ആ ഒരു യുക്തിപരമായ ആർഗ്യുമെന്റ് എന്നാണ് ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ. അല്ലാതെ ഏതെങ്കിലും പ്രാപഞ്ചിക പ്രതിഭാസം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ പേരിലല്ല. അപ്പോ അത് ഇല്ലാത്തൊരു വാദം വീണ്ടും ആരോപിച്ചിട്ട് അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുക, ഇടിമിന്നൽ. അവിടെ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഇടിമിന്നൽ ആരുണ്ടാക്കുന്നതാണ് എന്ന് ചോദിച്ചാൽ ആത്യന്തികമായി ഇത് പടച്ചവന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് വിശ്വാസികളുടെ വാദം. എന്ന് വെച്ച് ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് മേഘവിസ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെയുള്ള പല അതിന്റെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, ഇത് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പിന്നിൽ ദൈവമില്ല എന്ന് വരുമോ? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ മെക്കാനിസം മനസ്സിലായാൽ എന്തേ വരുള്ളൂ? അത് പടച്ചവൻ അത്തരം ഒരു വ്യവസ്ഥയിലൂടെയാണ് സൃഷ്ടിച്ചത്. ഇപ്പൊ മഴ, എങ്ങനെയാണ് മഴ പെയ്യുന്നത്? വിശ്വാസികളോട് വേണമെങ്കിൽ ചോദിച്ചാൽ മഴ പടച്ചവൻ പെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയാം. കാരണം എന്താ? പടച്ചവനാണ് മഴ പെയ്യാനുള്ള വ്യവസ്ഥ സംവിധാനിച്ചത്, ഇത്ര മാത്രമാണ് അതിൽ വരിക. എന്നാൽ ഒരാൾ പറയാണ്, കണ്ടോ മഴ പെയ്യുന്നത് അത് നീരാവിയായി മുകളിലേക്ക് പോയി അവിടെ കണ്ടൻസ് ആയി, എന്നിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ആ മെക്കാനിസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇനി ദൈവമില്ല, അല്ലെങ്കിൽ ഇത് പിന്നിൽ ദൈവമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് പറയുന്നത് എത്രമാത്രം വിശ്വാസികളുടെ ലോകവീക്ഷണം മനസ്സിലാക്കാതെയുള്ള സംസാരമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വിശ്വാസികൾ മനസ്സിലാക്കുന്നത് ഒന്നിന് ഫിസിക്കലായ ചില മെക്കാനിസംസ് ഉണ്ടായേക്കാം എന്നതിന്റെ പേരിൽ അതിന്റെ പിന്നിൽ മെറ്റാഫിസിക്കലായ എക്സ്പ്ലനേഷൻസ് ഇല്ല എന്ന് വരില്ല. ഉദാഹരണത്തിന് മഴയുടെ കാര്യമെടുക്കാം. മഴക്ക് ഫിസിക്കലായി നമുക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ഒരു ഫിസിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ച് അത് പടച്ചവനാണ് അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പടച്ചവൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു കാര്യം എന്നതിനെ അത് നിരാകരിക്കുന്നില്ല. ഒന്ന് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ ആണ്, മറ്റൊന്ന് മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. ഫിസിക്കൽ എക്സ്പ്ലനേഷൻ ഏതെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് വരില്ല. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇടിമിന്നൽ, അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇടിമിന്നൽ എന്ന് പറയുന്നത് അതിനെ മേഘങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ അതിനെ വിൻഡ്, അതിനെ കാറ്റ്, അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിസിക്കൽ എക്സ്പ്ലനേഷൻ വിശുദ്ധ ഖുർആനിൽ വളരെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതേ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും തന്നെ ഇടിയും മിന്നലും അതിന്റെ പിന്നിലുള്ള പടച്ചവന്റെ ഇടപെടൽ, മലക്കുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താ? ഒന്ന് ഫിസിക്കലി പടച്ചവൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യകാരണ വ്യവസ്ഥപ്പെടുത്തിയത്, അതാണ് ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നത്. കാറ്റ് കൊണ്ടുപോകും എന്നുള്ളതും, അങ്ങനെ മഴ പെയ്യും, അതുപോലെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ അതിനെ മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ആണ് പടച്ചവൻ, മലക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. അപ്പം അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് അങ്ങനെ ഫിസിക്കൽ എക്സ്പ്ലനേഷൻ കിട്ടി എന്നുള്ളത് കൊണ്ട് ദൈവമുണ്ട് എന്നുള്ളതിനോ ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളതിനോ ഒരിക്കലും അത് നിരാകരിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നാമതായി ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടല്ല ദൈവത്തിന്റെ അസ്തിത്വം, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം എന്ന്. എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികളാണ് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇടി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മിന്നൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ദൈവമുണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൈവമുണ്ട് എന്നൊരിക്കലും നമ്മൾ പറയാറില്ല. മറിച്ച് ദൈവത്തിന്റെ അസ്തിത്വം വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിന്റെ അസ്തിത്വം
പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് കാര്യമാണ് പറയുന്നത്? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല നാമാണ് നിങ്ങൾ? ഒന്നുമില്ലായ്മ, നത്തിങ്നെസ് എന്ന് പറയുന്ന ആ നത്തിങ്നെസ്സിൽ നിന്ന് എങ്ങനെ സംതിങ് ഉണ്ടായി എന്ന് പറയുന്ന ഒരു റാഷണൽ ആർഗ്യുമെന്റ് ആണ്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വിശദീകരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദൈവം ഇല്ല അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ള കാര്യമല്ല ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അന്ന് ഞാൻ പറയുന്നത് ഈ സയൻസ് ഒക്കെ പുരോഗമിച്ചതിന് ശേഷം പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് അല്ല, മറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ഖുർആനിലുള്ള ദൈവത്തിന്റെ അസ്തിത്വം പ്രൂവ് ചെയ്യുന്ന ആർഗ്യുമെന്റ് എന്താണ്? ഹൗ സംതിങ് കെയിം ഫ്രം നത്തിങ് എന്ന് പറയുന്നത് ഇന്നും നമ്മൾ വിശദീകരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ആണ്. അതാണ് ദൈവത്തിന്റെ അസ്തിത്വം തെളിയിക്കാൻ ഉന്നയിക്കുന്നത്. മറ്റത് ദൈവത്തിന്റെ പ്രവൃത്തികളെ വിശദീകരിക്കാൻ മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും വിശ്വാസികൾ പറയാത്ത കാര്യങ്ങളെ ആരോപിച്ചുകൊണ്ട് അതിന് മറുപടി പറയുക എന്നുള്ളതിന് നമ്മൾ സ്ട്രോമാൻ എന്നാണ് പറയുക. അത് കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ അദ്ദേഹം ഇനിയുള്ള വീഡിയോകളിലെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നാകും എന്ന ഒരു അഭിപ്രായം കൂടി പറയാം. പിന്നെ അദ്ദേഹം പോകുന്നത് നേരെ അടുത്ത ഒരു ഉദാഹരണത്തിലേക്കാണ്, കാൾ സാഗന്റെ ഡ്രാഗൺ ഉദാഹരണത്തിലേക്കാണ്. അതിലേക്ക് നമുക്ക് പോകാം. കാൾ സേഗൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച ഒരു കഥയാണിത്. ഇത് ഡ്രാഗൺ ഇൻ മൈ ഗരാഷ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സാഗൻ തൽക്കാലം ഞാനാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്യാരേജിൽ ഒരു ഡ്രാഗണിനെ വളർത്തുന്നുണ്ട്, ഒരു വ്യാളിയെ വളർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണം. നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരികയാണ്. ഇതിലെ അദ്ദേഹം വിശദീകരണങ്ങൾ തുടർന്ന് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നത് ഡ്രാഗന്റെ ഉദാഹരണത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ സമീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഒന്നാമത് പറയട്ടെ, ദൈവം ഉണ്ട് എന്നുള്ളത് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം അല്ല. അത് വേറെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ വിശദമായി നമ്മുടെ ചർച്ചകളിൽ വരാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹം തന്നെ സംബന്ധിച്ചൊരു കാര്യമാണ്, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുന്ന രൂപത്തിലാണ്. മനുഷ്യൻ ഒരിക്കലും ഒരു എത്തീസ്റ്റ് ആയിട്ടല്ല, ദൈവവിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടോ ആണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇത് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ, സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ വളരെയധികം വിശദീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ബോൺ ബിലീവേഴ്സ് എന്ന പേരിലുള്ള പുസ്തകങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ ആത്യന്തികമായി അവന്റെ നേച്ചറിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ദൈവമുണ്ട് എന്ന വിശ്വാസം. ഏതെങ്കിലും ഒരാളുടെ ഗ്യാരേജിൽ ഡ്രാഗൺ ഉണ്ട് എന്ന എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം പോലെയല്ല, എല്ലാവർക്കും രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ മതങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലങ്ങളുടെയോ ഒന്നും പരിമിതികളില്ലാതെ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും അവന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ദൈവമുണ്ട് എന്ന വിശ്വാസം. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം അല്ല, അദ്ദേഹം തന്നെ അത് പറയുന്നത്. നമ്മൾ പൊതുവെ പലപ്പോഴും യുക്തിവാദികളുടെ സദസ്സുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ നമ്മുടെ ഒരു എലീറ്റ്നെസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബോൺ എത്തീസ്റ്റ് ആണ്, സമൂഹം അവരെ വിശ്വാസികളാക്കി മാറ്റുകയാണ് എന്ന് പറയുന്നെങ്കിലും അടിസ്ഥാനപരമായി എനിക്ക് അതിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. നമ്മളൊരു പക്ഷേ ഈ കുറച്ച് ക്രിട്ടിക്കലായിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഏജന്റ് സീക്കിങ് ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകളെല്ലാം അവിടെ പ്രകടമാണ്. മനുഷ്യൻ ബേസിക്കലി ബോൺ സൂപ്പർസ്റ്റീഷ്യസ് ആണ്. ഏജന്റ് സീക്കിംഗ് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു ഏജന്റിനെ സീക്ക് ചെയ്യുന്ന ഒരു രൂപം മനുഷ്യനിൽ വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത് ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള നോളജ്. അവിടെയും നമ്മൾ പറയുന്നത് അതിന് തെളിവ് വേണ്ട എന്നുള്ളതല്ല, അതിന് ഒരു വേ ഓഫ് നോളജ് ആണ്, ഇൻഡ്യൂറ്റീവ് നോളജ്. നമുക്ക് ചുറ്റിലുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതുപോലെയുള്ള ഒരു ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള നോളജ് ആണ് ഇതിന് പിന്നിലെല്ലാം ഒരു ഏജന്റ് ഉണ്ട്, ഒരു സട്ടാവ് ഉണ്ട് എന്ന ബോധ്യം. ഇതിനെ തുടർച്ചയായിട്ട് പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചില കുട്ടികളെ ഒരു ഐസൊലേറ്റഡ് ആയ ദ്വീപിൽ വളർത്തുകയും അവർക്ക് ഇതിനൊക്കെ സൃഷ്ടിച്ചൊരു സട്ടാവ് ഉണ്ട് എന്ന ബോധ്യം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇൻഡ്യൂറ്റീവായി ഓരോ മനുഷ്യരിലുമുള്ള ഒരു ബോധ്യം കൂടിയാണ് ദൈവമുണ്ട് എന്ന വിശ്വാസം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു എക്സ്ട്രാ ഓർഡിനറി, ഏതെങ്കിലും ഒരു ഗ്യാരേജിൽ ഒരു വ്യാളി ഉണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം അല്ല. എല്ലാവരും യൂണിവേഴ്സലായി മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ദൈവമുണ്ട് എന്നൊരു വിശ്വാസം എന്നുള്ളത്. അതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അദ്ദേഹം അതിനെ തുടർന്ന് പറഞ്ഞ അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്ന വാദം നിങ്ങൾ കേട്ടോളൂ. എൻ്റെ ഗ്യാരേജ് ഞാൻ തുറന്ന് കാണിക്കുന്നു, നിങ്ങൾ നോക്കുമ്പോൾ ആ ഗ്യാരേജിൽ ഒന്നുമില്ല. അപ്പോൾ പറയാണ് എവിടെയാണ് വ്യാളി അല്ലെങ്കിൽ ഡ്രാഗൺ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നു എൻ്റെ ഡ്രാഗൺ ഇൻവിസിബിൾ ആണ്. അപ്പോൾ അവർ പറയും ശരി, കാണണമെന്നവർക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്ന് നിർബന്ധമില്ല. ഒരു തെർമൽ ക്യാമറയോട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺ തീ തുപ്പുമല്ലോ. അപ്പോൾ തീ തുപ്പുകയാണെന്നുണ്ടെങ്കിൽ തീയുടെ ചൂട് തെർമൽ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാണ് എൻ്റെ ഡ്രാഗൺ തുപ്പുന്ന തീക്ക് ചൂടില്ല. അപ്പോൾ ഞാനൊരു പുതിയ ക്വാളിറ്റി കൂടി എൻ്റെ ഡ്രാഗണോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ തെർമൽ ക്യാമറയിലൂടെ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയില്ല. ശരി, തറയിൽ നമുക്ക് കുറച്ച് മണലിടാം, അപ്പോൾ ഫുട് പ്രിൻ്റ് പതിയുമല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ ഡ്രാഗൺ തറയിൽ ചവിട്ടിയല്ല നടക്കുന്നത്, അത് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അത് വെച്ചും നിങ്ങൾക്ക് എൻ്റെ ഡ്രാഗൺ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെയും തോന്നുന്നില്ല, നിങ്ങൾ പറയാണ് അതിൻ്റെ ദേഹത്തേക്ക് നമുക്ക് പെയിൻറ്റ് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കാം. അപ്പോൾ ഇൻവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ ദേഹത്തേക്ക് വെള്ളം വന്ന് വീഴുന്നത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ ഒരു വസ്തു ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഡ്രാഗണിൻ്റെ ബോഡി ഒരു പ്രത്യേക തരം പ്രോപ്പർട്ടിയുള്ള ബോഡിയാണ്. എല്ലാ വസ്തുക്കൾക്കും അതിനകത്തൂടെ കടന്നു പോകാൻ പറ്റും, അത് പദാർത്ഥങ്ങളെ തടയില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളമോ പെയിൻറ്റോ ഒഴിച്ച് അതിൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ പറ്റില്ല. ഇവിടെ നടന്നു പോകുന്നത്, നിങ്ങൾ ആ ഡ്രാഗണിൻ്റെ അസ്തിത്വം, അതിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന എല്ലാ ടെസ്റ്റിങ്ങുകളെയും പരാജയപ്പെടുത്തുന്ന രീതിയിൽ ഞാനൊരു ഗുണം ആ ഡ്രാഗണിനോട് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്: കാണാൻ കഴിയാത്ത തീയിൽ, ചൂടില്ലാത്ത തീ തുപ്പുന്ന, തറയിൽ ചവിട്ടാത്ത, പദാർത്ഥങ്ങളെ തടയാതെ എല്ലാം അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്ന തരത്തിലൊരു ഡ്രാഗണും ഇല്ലാത്തൊരു ഡ്രാഗണും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് വീണ്ടും ഇത് ഇല്ല എന്ന് തെളിയിക്കാനാണ് പറയുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയുന്നു, എത്തീസം എന്ന ഒരു പോസിറ്റീവ് ക്ലെയിമിനാണ് നമ്മൾ എവിഡൻസ് ചോദിക്കുന്നത്, അല്ലാതെ ദൈവം ഇല്ല എന്നുള്ളതിന് നിങ്ങൾ തെളിയിക്കണം, ഇല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നൊരു വാദമില്ല. നേരത്തെ തന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാദം തന്നെ സ്ട്രോമാനാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡ്രാഗൺ, ഇങ്ങനെ ഒരു ഡ്രാഗണ് ഓരോ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴും അതിലൂടെ ഒന്നും അതിനെ തെളിയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അത് സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഡ്രാഗൺ പോലെയല്ലേ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. വീണ്ടും നമ്മൾ പറയുന്നു, അങ്ങനെ തെളിയിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ് ദൈവം എന്നല്ല നമ്മുടെ വാദം. തെളിയിക്കാൻ സാധിക്കുന്നതാണ് ദൈവം എന്നുള്ളതാണ്. തെളിയിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ദൈവമില്ലാതെ, ദൈവത്തിന്റെ അസ്തിത്വം ഇല്ലാതെ ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ തന്നെ സാധ്യമല്ല. കാരണം ഈ ഇൻഫിനിറ്റ് റിഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയി അവസാനം അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അൺകോസ്ഡ് ആയിട്ടുള്ള അസ്തിത്വം, ഒരു തുടക്കം ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അസ്തിത്വത്തിലേക്ക് അത് എത്തിയില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ വിശദീകരിക്കാൻ സാധ്യമല്ല. അത്രത്തോളം എവിഡന്റ് ആണ് ദൈവം, അത്രത്തോളം തെളിയിക്കാൻ സാധിക്കുന്നതാണ് ദൈവത്തിന്റെ അസ്തിത്വം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു ഡ്രാഗണെ ഒരു നിലക്കും അങ്ങനെ തെളിയിക്കാൻ പറ്റില്ല, ഇങ്ങനെ തെളിയിക്കാൻ പറ്റില്ല, ഓരോരോ പ്രോപ്പർട്ടീസ് പിന്നെ ആഡ് ചെയ്ത് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ദൈവം എന്നുള്ള സമീകരണത്തിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ദൈവം എന്താണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയല്ല, അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറയല്ല, മറിച്ച് വളരെ കൃത്യമായി ദൈവത്തെ ഏറ്റവും സിമ്പിളായി പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ശാസ്ത്രത്തിന്റെ വികാസത്തിന് ശേഷം ഇന്ന രൂപത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഇന്നതാണ് ദൈവത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പിന്നീട് ഉണ്ടാക്കി പറഞ്ഞൊരു കാര്യമല്ല, മറിച്ച് എന്താണ് ദൈവം? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏറ്റവും സിമ്പിളായ ദൈവത്തിന്റെ പ്രപഞ്ച സട്ടാവിന്റെ, നമ്മളെല്ലാവരും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ സിമ്പിളായിട്ട് പരിചയപ്പെടുത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനൊരു സ്റ്റാർട്ടിംഗ് ഇല്ല, അതേപോലെ തന്നെ അവന് മക്കളില്ല, അതേപോലെ തന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ മറ്റൊന്നുമില്ല. ഇങ്ങനെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെന്തിനെങ്കിലും പോലെയല്ല, പ്രപഞ്ചത്തിനുള്ളിലുള്ളതെല്ലാം പരസ്പരം ആശ്രയിക്കുന്നതാണ്. അങ്ങനെയല്ലാത്ത നിരാശ്രയനായിട്ടുള്ള കണ്ടിജൻസി ആർഗ്യുമെന്റിലൊക്കെ നമ്മൾ പറയുന്ന അതേ കാര്യം തന്നെ, നെസസറി എക്സിസ്റ്റൻസ്, ഏകനായ ഒരു എക്സിസ്റ്റൻസ്, ഒരു ഏകനായ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത, തുടക്കമില്ലാത്ത, പ്രപഞ്ചാതീതനായിട്ടുള്ള ഒരു അസ്തിത്വത്തെ കുറിച്ചാണ് ദൈവം എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു കൗണ്ടർ വരുമ്പോൾ എന്നാ പിന്നെ ഇങ്ങനെയാക്കാം ദൈവത്തെ, വേറൊരു കൗണ്ടർ വരുമ്പോൾ അങ്ങനെയാക്കാം ദൈവത്തെ, അതിലൂടെ തെളിയിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. ഇതാണ് ദൈവം, ഇതാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ദൈവം. അതിനെ നമ്മൾ ഏത് പേര് വിളിച്ചാലും അറബിയിൽ അതിനെ അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ, അള്ളാഹ് എന്ന് വിളിക്കും. നമുക്ക് സർവേശ്വരൻ, ഏകനായ സട്ടാവ് എന്നൊക്കെ, പടച്ചവൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പടച്ചവൻ ആരാണ് എന്നുള്ളത് വളരെ ഡിഫൈൻഡ് ആണ്. ആ പടച്ചവനെ തെളിയിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. യുക്തിപരമായി തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വാദം. അല്ലാതെ നിങ്ങൾ ഇന്ന രൂപത്തിലൊന്നും തെളിയിക്കാത്തത് കൊണ്ട്, ഇല്ല എന്ന് തെളിയിക്കാത്തത് കൊണ്ട് ദൈവം ഉണ്ട് എന്നതല്ല നമ്മുടെ വാദം. അങ്ങനെ വാദം ഉണ്ട് എന്ന് ആരോപിക്കുന്നത് ഒരു ആരോപണം മാത്രമാണ്, സ്ട്രോമാൻ മാത്രമാണ് എന്നുള്ളത് പറയുക. അപ്പൊ ഇനി ഉള്ള വിഷയം, ഈ നമ്മൾ ഉണ്ട് എന്ന് പറയുന്ന ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. കൊസാലിറ്റി ആകട്ടെ, കണ്ടിജൻസി ആകട്ടെ, ഇങ്ങനെയുള്ള ആർഗ്യുമെന്റുകളിലൂടെ, അനേകം യുക്തിപരമായ ആർഗ്യുമെന്റുകളിലൂടെ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കും പറഞ്ഞല്ലോ. നമ്മുടെ ചർച്ചകൾ കഴിഞ്ഞ നമ്മുടെ ചാനൽ പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവം ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ. അത് നിരീശ്വരവാദികളോട് നേരിട്ട് ചർച്ച ചെയ്യുന്ന ഒരുപാട് ചർച്ചകൾ നമ്മുടെ ലൈവ് സെക്ഷനിൽ കാണാൻ സാധിക്കും, അല്ലാതെയുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും. അതിലൂടെയൊക്കെ നമ്മളത് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതിനോട് കൗണ്ടർ ഉണ്ടോ?
യുക്തിപരമായി നിങ്ങൾ പറഞ്ഞ ഈ ആർഗ്യുമെന്റുകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, കൗണ്ടർ ഉണ്ടോ, നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. വൈശാഖൻ തമ്പി തയ്യാറാണോ? നമുക്ക് ചർച്ച ചെയ്യാം, നേരിട്ട് ചർച്ച ചെയ്യാം, ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം, ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള നേരിട്ട് നമ്മൾ എന്താണോ പറയുന്നതിന് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ ഞങ്ങൾക്കില്ലാത്ത കുറെ വാദം പറഞ്ഞിട്ട് അതിനെ കുറച്ച് കപടശാസ്ത്രവുമായി കൂട്ടി യോജിപ്പിച്ച് ശാസ്ത്രത്തെ വിശദീകരിക്കുക എന്ന പേരിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ നേരിട്ടുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യലാവില്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ കുറച്ചുകൂടി നേരിട്ടുള്ള ആരോഗ്യകരമായ സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വളരെ ആരോഗ്യകരമായി പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ ഇത്തരം ചർച്ചകൾ നമുക്ക് തുടരേണ്ടതുണ്ട്. അതിനെ ഒരിക്കലും പേഴ്സണൽ അറ്റാക്സോ അല്ലെങ്കിൽ തെറിവിളികളോ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സുകളിലൊന്നും ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.